വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഒരു പുച്ഛായിരുന്നു. പണ്ടൊക്കെ പെണ്ണ് കിട്ടൂല, അതേപോലെ ഇതിപ്പോഴും ഓട്ടോറിക്ഷ ഇന്ന കുറേ ആൾക്കാർ പണ്ട് ചടപ്പിച്ചിരിക്കണ്. ഞാൻ വണ്ടി ഫീൽഡിൽ നടക്കുമ്പോൾ ഇന്ന കുറേ ആൾക്കാർ ചടപ്പിച്ചിരിക്കണ്. കാരണം എനിക്ക് പെണ്ണ് കിട്ടൂല, എനിക്ക് പിന്നെ കല്യാണം ശരിയാവില്ല, ഓട്ടോറിക്ഷക്കാർക്ക് വില ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ 3 വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു പ്രവാസിയാണ്, ഇപ്പോൾ പ്രവാസമായിട്ട് 4 വർഷമായി. പക്ഷേ എൻ്റെ കയ്യിൽ 3 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് എടുത്തുന്നൊരു ജോലിയാണ് ഓട്ടോറിക്ഷ ഫീൽഡ്. കാരണം ഈ ഒരു വണ്ടി ഓടിച്ചവനക്കും ഇത് കൊണ്ടുവന്നവനക്കും ഇതിൻ്റെ ത്രില്ലിങ്ങും ഇതിൻ്റെ വാല്യൂ മനസ്സിലാവും. വണ്ടി ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ ചടപ്പിക്കുന്നുണ്ടാവും. കാരണം മെയിനായിട്ട് വണ്ടി പണിക്കാരല്ലേ, വണ്ടി പണിക്കാരെ ഒരുപാട് ആൾക്കാർ ചടപ്പിക്കുന്നുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്. അത് ശരിയാണ്. കാരണം നമ്മളൊരാളത് നമ്മൾ നോക്കിയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് ഹാപ്പിനെസ്, നമുക്ക് ഏത് ജോലി എടുത്താലാണ് ഹാപ്പിനെസ്, തൃപ്തി, നമുക്കത് നോക്കിയാൽ മതി. ഓരോ ജില്ലയിലും പല സ്റ്റൈലാണ് ഓട്ടോറിക്ഷയ്ക്ക്. കണ്ണൂർ വേറെ സ്റ്റൈല്, അതേപോലെ കാസർഗോഡ് വേറെ സ്റ്റൈല്, തൃശ്ശൂർ വേറെ സ്റ്റൈല്, മലപ്പുറം സ്റ്റൈല്. ഇതാണ് മലപ്പുറം സ്റ്റൈല്. മലപ്പുറം സ്റ്റൈലിൽ എന്ന് പറഞ്ഞാൽ നല്ല ഫാൻസുകളുണ്ടാവും ഈ ഓട്ടോറിക്ഷയ്ക്ക്. പിന്നെ ഇത് വണ്ടിപ്രാന്തന്മാർക്കുള്ള വീഡിയോ. കാരണം ഇങ്ങനെ വണ്ടി എടുക്കാനും അതേപോലെ ഇതേപോലെ പണിയെടുപ്പിക്കാനും ഒരുപാട് ആൾക്കാർക്ക് പൂതി ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ പണിയെടുപ്പിച്ചു, എവിടുന്ന് പണിയെടുപ്പിച്ചു, എത്ര ഉറുപ്പ്യായി, എത്ര മൊത്തത്തിൽ എത്ര കോസ്റ്റ് വരുന്നത്, അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വണ്ടിപ്രാന്തന്മാർക്ക്, ബാക്കിയുള്ളവർക്കല്ല, വണ്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് ഓട്ടോ ഫീൽഡ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലത്തെ അതിമനോഹരമായൊരു സ്ഥലം. നിങ്ങളുടെ മേൽക്ക് വന്നാൽ ഇതിൻ്റെ വ്യൂ നിങ്ങൾക്ക് നല്ലപോലെ കാണാം. ഇവിടുന്ന് നോക്കിയാണല്ലോ, കണ്ടില്ല, ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. ഞങ്ങളുടെ നാട്ടിലൊരു മനോഹരമായ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് നമ്മളെ അങ്ങാടിത്തെ വലിയ കാരണവരാണ്. ഞാനൊക്കെ പിച്ച വെച്ച് നടക്കുന്ന ടൈമിൽ ഇദ്ദേഹം ഓട്ടോറിക്ഷ ഫീൽഡായിട്ട് അല്ലേ, ഞാനൊക്കെ പിച്ച വെച്ച് നടക്കുന്ന ടൈമിൽ ഇദ്ദേഹം ഓട്ടോറിക്ഷ ഫീൽഡായിട്ടുണ്ട് ഇല്ല. നിങ്ങൾക്ക് ഈ വണ്ടിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ഇതിനെ പറ്റി എന്താണ്, ഒരു വണ്ടി എന്ന് പറഞ്ഞാല് ജീവിക്കാൻ പറ്റിയതുണ്ട്. അതന്നെ, ആർക്ക് വേണമെങ്കിലും ജീവിക്കാം, ഇൻഷാ അല്ലാഹ്, ആരും മേടിക്കാം. അതാണ് എവിടെ ഓട്ടോ പോയതാ നമ്മളെ ചങ്ങാണ്, നമ്മളെ അയൽവാസി കേട്ടാ. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഓണർ ഇതാണ്. ഓണർ പറഞ്ഞാൽ നമ്മളെ ദിവസം കൂടി കേട്ടാ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷനിൽ വന്നപ്പോൾ എൻ്റെ വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഷബീറ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയില്ലേ, ഇത് നമുക്ക് പണിയെടുപ്പിച്ചിറക്കാൻ എത്ര കോസ്റ്റായി? ഏകദേശം പണിയെടുത്തിറക്കാൻ ഒരു 10 ഉറുപ്പിക വരും. 80 ഉറുപ്പിക ഫുള്ള് പണിക്കും. 80,000 വണ്ടി മൊത്തത്തിൽ പൊളിച്ചടക്കി. പെയിന്റിന് എത്ര രൂപ വരും? പെയിന്റിങ്ങിന് എന്തായാലും ഒരു ഏകദേശം ഇപ്പൊ റേറ്റ് കൂടിയിരിക്കണേ. ഞാനൊക്കെ എടുക്കുന്ന ടൈമിൽ 10 ഉറുപ്പിക, ഇപ്പൊ 13-14 ഒക്കെ ആയിട്ടുണ്ട്. റേറ്റ് എല്ലാത്തിനും കൂടിയിട്ടുണ്ട്. അല്ലെ നമ്മളിവിടെ നല്ല ഓട്ടോറിക്ഷ നല്ല ടോപ്പായിട്ട് വർക്ക് അതിന് പണിയെടുക്കുന്ന ടീം ഏതാ? ആലത്തൂരിന്നാണ്. ആലത്തൂര് സാജിന്ന് അറിയാം. ആലത്തൂര് വരുന്നാണ് പള്ളിക്കല്. നമ്മുടെ ആലത്തൂർ പോകണം. എനിക്ക് അറിയണല്ലേ. പക്ഷെ ആലത്തൂര് പോണെന്നില്ല. ഇപ്പൊ നമ്മളവിടെ വളാഞ്ചേരി ഏരിയയിലുണ്ട്, പൂക്കാട്ടിയ ഭാഗത്തൊക്കെ ഉണ്ട്. മറ്റേ രണ്ടാള് അനിയനെ ഏട്ടനായിട്ടാണ് അവര് വർക്ക് ചെയ്യണത്. അദ്ദേഹം സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് പണിയെടുപ്പിച്ചാണ്. 2 വണ്ടി ഉണ്ടായിരുന്നു. മറ്റേതാണ് ഞാൻ ഒന്നും കൂടി ദമ്മാക്കി പണിയെടുപ്പിച്ചത്. അതിന്മേലെ അത്യാവശ്യം ഫണ്ട് ഇറങ്ങിയത്. ഇപ്പത്തെ സാഹചര്യത്തില് നമ്മളെ വണ്ടി ഫീൽഡിന് കൊണ്ടിറക്കാൻ എന്താണ് എന്റെ അഭിപ്രായം? പറഞ്ഞാല് അങ്ങോട്ട് നോക്കി, ക്യാമറക്കൊക്കെ ഓട്ടം ഇതിന് വല്ലാതെ പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഓട്ടം കമ്മിയാണ്. എന്നാലും നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു. അതാട്ടോ ഓട്ടോറിക്ഷ ഫീൽഡിൽ നിന്ന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മെയിൻ പ്രശ്നമല്ല, ഏറ്റവും വലിയ ബർക്കത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പട്ടി എടുക്കൂല. 10 രൂപയെങ്കിൽ 10 രൂപ വണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയാൽ നമുക്ക് പൈസ കിട്ടും. അതാണ് ഓട്ടോറിക്ഷയുടെ ഇത്. ചടപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. വണ്ടി ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ ചടപ്പിക്കുന്നുണ്ടാവും. കാരണം മെയിനായിട്ട് വണ്ടി പണിക്കാരല്ലേ, വണ്ടി പണിക്കാരെ ഒരുപാട് ആൾക്കാർ ചടപ്പിക്കുന്നുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്. അത് ശരിയാണ്. കാരണം നമ്മളൊരാളത് നമ്മൾ നോക്കിയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് ഹാപ്പിനെസ്, നമുക്ക് ഏത് ജോലി എടുത്താലാണ് ഹാപ്പിനെസ്, തൃപ്തി, നമുക്കത് നോക്കിയാൽ മതി. നമുക്ക് ആരാൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഗൈസ്, അപ്പം നമുക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. അങ്ങനെ പിന്നെ 2 വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവാണ്. ഈ ഒരു പണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴും വണ്ടിയുടെ ഷേപ്പ് എടുത്ത് കാണിക്കും.